പ്രിയപ്പെട്ടവരെ, പ്രവീൺ പടയമത്താണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലായിലാണ്. പാലാ KSRTC സ്റ്റാൻഡിന് തൊട്ട് സമീപത്തുള്ള വാഴയിൽ റെസിഡൻസിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. നാടും നഗരവും ക്രിസ്തുമസ് ആഘോഷത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഈ യാത്ര പുറപ്പെടുന്നത്. ഈ പ്രാവശ്യത്തെ യാത്രയ്ക്ക് അല്പം പ്രത്യേകതകളുണ്ട്. സാധാരണ ഞങ്ങൾ കുടുംബമായിട്ട് പോവാറുണ്ട്. ഞാൻ സിംഗിളായിട്ട് യാത്ര ചെയ്യാറുണ്ട്. ഇത് 3 കുടുംബങ്ങൾ ഒന്നിച്ചുള്ള യാത്രയാണ്. വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ച് വളരെ അടുപ്പമുള്ള 3 കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു യാത്ര. ഗവി വഴി മേഘമലയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. സാധാരണ ഗവിക്ക് പോകുന്നത് പത്തനംതിട്ട പോയിട്ടാണ് എല്ലാവരും പോവുക. ഈ പ്രാവശ്യം അങ്ങനെയല്ല. പാലാ വഴി പുതിയ റൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ പിന്നെ യാത്ര തുടങ്ങാം. ഈ ടെമ്പോ ട്രാവലറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അധികം തിരക്കുകളില്ലാത്ത വഴികളിലൂടെയാണ് യാത്ര. മനോഹരമായി യാത്ര മുന്നോട്ട് നീങ്ങുന്നു. സുന്ദരമായിട്ടുള്ള പാട്ടുകൾ ആസ്വദിച്ച് പരസ്പരം ട്രോളുകളൊക്കെ ചെയ്ത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ രസകരമായിട്ട് ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. ചുറ്റും പൈനാപ്പിൾ കൃഷിയാണ്. ശബരിമലക്കുള്ള വാഹനങ്ങൾ ഞങ്ങൾക്ക് അകമ്പടിയായിട്ട് കൂടെ തന്നെ ഉണ്ട്. എന്നാൽ അധികം തിരക്കൊന്നും തന്നെ ഇല്ലാതാനും. പാല രാമപുരം റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ വാവര് പള്ളിയിലെത്തി. എരുമേലിയാണ് സ്ഥലം. സ്ത്രീകൾ 3 പേരും പേട്ട തുള്ളൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ റൂട്ട് തന്നെ പിടിച്ചത്. ഇതാണ് വാവര് പള്ളി. ലെഫ്റ്റിലാണ് അയ്യപ്പന്റെ ആദ്യത്തെ അമ്പലം. ശരിക്കും കൊമ്പും പടിയൊക്കെ ആയിട്ട് പോവാണ്. അതെ, മഹിഷി നിഗ്രഹം കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിൽ പോവാണ്. അങ്ങനെയാണ് ഐതിഹ്യം. അതെ ഇവിടെയല്ലേ ജീവനമാർഗാണ് തൊട്ടത്തെ. ഇവിടെയല്ലേ ജീവനമാർഗാണ് തൊട്ടത്തെ. അയ്യപ്പന്മാരുടെ പേട്ട തുള്ളലിന്റെ മനോഹരമായ കാഴ്ചകൾ. എരുമേലിയിൽ 2 മാസം സ്കൂൾ അവധിയാണത്രേ. ഇവിടെ നിന്നാണ് കരിമല വഴിയുള്ള ശബരിമല യാത്ര പുറപ്പെടുന്നത്. ഒരു പകൽ നടത്തത്തിന് തയ്യാറുണ്ടെങ്കിൽ ഈ വഴി ശ്രമിക്കാം. നല്ല ആരോഗ്യം വേണമെന്ന് മാത്രം. അയ്യപ്പന്മാരുടെ വണ്ടികൾ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. കൂട്ടുതറയിലെത്തി നമ്മൾ വന്നത് പാല പൊൻകുന്നം എരുമേലി വഴിയാണ്. ദൂരെ മലകൾ ചെറുതായി കാണാൻ കഴിയുന്നുണ്ട്. പ്രളയത്തിൽ എല്ലാം തകർന്ന പമ്പാവാലിയിലൂടെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. നല്ല റോഡ്, ചുറ്റും പച്ചപ്പ്. യാത്ര നല്ല രസമുണ്ട്. പ്രളയത്തിൽ തകർന്നു പോയ സ്ഥലമാണത്. ഈ കെട്ടിടമെല്ലാം പോയിട്ടുണ്ടാവും. പമ്പാവാലി കൊള്ളാം. പൊളിഞ്ഞ പാലം ഇടതുവശത്തായി കാണാൻ കഴിയുന്നുണ്ട്. നവീൻ മാഷ് സ്ഥലവിശേഷങ്ങൾ വിശദീകരിച്ച് യാത്ര വളരെ സജീവമാക്കി. ഈ വഴി പോയാൽ പത്തനംതിട്ട ഭാഗത്തേക്ക് എത്താം. ചുറ്റും നിബിഡമായ വനപ്രദേശമാണ്. ആനയും പുലിയും വിഹരിക്കുന്ന അയ്യന്റെ വഴിയിടങ്ങൾ കടന്ന് യാത്ര ഞങ്ങൾ മുന്നോട്ട് തന്നെ. പ്ലാപ്പള്ളിയിൽ നിന്ന് വഴി പിരിഞ്ഞു. നല്ല തിക്കായ വനപ്രദേശമാണ്. ഗവിയിലേക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ദൂരെ സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന ആ മനോഹരമായ കാഴ്ച.
ഇതാണ് പ്ലാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ ആ എരുമേലിൽ നിന്ന് കട്ട് ചെയ്ത് വന്ന റോഡ് അത് തെറ്റായ രീതിയാണ്. നമ്മൾ നേരിട്ട് തന്നെ വരണമായിരുന്നു. അങ്ങനെ വന്നാൽ പ്ലാപ്പള്ളി കക്കി വണ്ടിപ്പെരിയാർ റോഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ ആങ്ങാമൊഴിയിലാണ് നമ്മളുള്ളത്. ഗവി 61 കിലോമീറ്റർ ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഗവിയിലേക്ക് ഈ വഴിക്ക് വന്നാൽ ഉള്ള ചെക്ക് പോസ്റ്റ്. ഇവിടുന്നാണ് നമുക്ക് പാസ്സൊക്കെ കിട്ടുക. ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഗവിയുടെ ബോർഡും വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു അങ്ങാടിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താണെന്നുള്ളത് ഇതാണ് അങ്ങാമൊഴി കേട്ടോ. അല്ല, അങ്ങാമൊഴിയല്ല, ആങ്ങമൊഴി അങ്ങനെയാണ്. വീണ്ടും ഞാൻ തെറ്റിച്ചു, ആങ്ങമൊഴി എന്നാണ് കേട്ടോ. ഇവിടെ കമലമ്മദാസ് ഹോട്ടലുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ്. ഇവിടെ അപ്പം, ഇഡ്ഡലി, ഇടിയപ്പൊക്കെ ഉണ്ട്. ഓർഡർ അനുസരിച്ചേ കിട്ടുള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞാലേ തരുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വളരെ ഉഷാറാണ്. നാടൻ പച്ചക്കറികൾ നിരത്തി വച്ചിട്ടുണ്ട്. ചായ കഴിച്ച ശേഷം അല്പം മുന്നോട്ട് നടന്നു. ആങ്ങാമൊഴി പാലം ലക്ഷ്യമാക്കിയാണ് നടത്തം. കുമളിക്ക് ഇവിടുന്ന് 100 കിലോമീറ്ററും വടശ്ശേരിക്കരൊക്കെ 30 കിലോമീറ്ററും ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു ബോർഡുണ്ട്, ആങ്ങമൂഴി പാലം. ഈ ബ്രിഡ്ജ് ഇവിടെയാണ് കേട്ടോ. ഇത് ഈ നദി ഏതാണെന്നറിയില്ല. നീ പമ്പാ നദിയുടെ വല്ല കൈവഴിയുമാണോ? നല്ല കുളിർ ജലം, തെളിനീര്. ഈ സ്ഥലത്തിൻ്റെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു പവർ ഹൗസ് ഉണ്ട്, മൂഴിയാർ പവർ ഹൗസ്. പിന്നെ ഒരു ബോർഡുണ്ട്, കോന്നി, പത്തനംതിട്ട, ചിറ്റാർ, ഗവി. ഇത്രയും ബോർഡുള്ളത്. ഗവി പത്തനംതിട്ട. ഇത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. ഗവിക്കുള്ള ബസ്സാണ് അല്ലേ? ഗവിയിൽ നിന്ന് പത്തനംതിട്ടൊക്കെ പോവുകയാണ്. പത്തനംതിട്ട ഈ ഭാഗമാണ്. ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു ആഫീസ് ബോർഡുണ്ട്. ഇത് ഗവി പോയിട്ട് തിരിച്ചു വരിക. ഇവിടെയൊക്കെ ബോർഡുകൾ ആവശ്യാനുസരണം വെച്ചിട്ടുണ്ട് കേട്ടോ. ചിറ്റാർ, വടശ്ശേരിക്കര, പത്തനംതിട്ട, സീതാത്തോട്, പ്ലാപ്പള്ളി, ശബരിമല, ആങ്ങമൂഴി. SBIയുടെ ഒരു ATM കൗണ്ടറുണ്ട്. പൈസ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇന്ന് താമസിക്കുന്ന സ്ഥലമാണ്. തൊട്ടടുത്ത് ഒരു സ്ട്രീം കാണാനുണ്ട്. റബ്ബർ മരങ്ങൾ ചുറ്റിലും കാണാം. ഇവിടുത്തെ താമസത്തിന്റെ മെയിൻ വൈബ് എന്ന് പറയുന്നത് ഈ സ്ട്രീം തന്നെയാണ്. ശാന്തമായ സ്ഥലമാണ്. ഇവിടെയാണ് ഗേറ്റ് വേ ഓഫ് ഗവി ഹോം സ്റ്റേ. നമ്മൾ താമസിക്കാൻ പോകുന്ന സെക്ഷനാണ്. ബോർഡുണ്ട്. താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. ഞങ്ങൾ ഇതിൻ്റെ താഴെ പുഴയുണ്ടേ. ആ പുഴ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ റൂമുകളാണ് കേട്ടോ. പ്രകൃതി സുന്ദരമായ ഇത് പമ്പയുടെ കൈവഴി വല്ലതും ആവും. നീർച്ചോല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പുഴ എന്നൊന്നും പറയാൻ പറ്റില്ല. സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം. ഇവിടെ മുഴുവൻ റബ്ബറാണ്. റബ്ബർ. ഇതാണ് കെട്ടിടം. മുകളിൽ താമസിക്കുന്ന കെട്ടിടം ഇതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ചോലകളുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. മഴക്കാലത്ത് ഇവിടെ അട്ടയുണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പം പിന്നെ മഴയൊന്നുമില്ല. തണുപ്പ് കാലം ആരംഭിച്ചപ്പോഴേ
അട്ടയുടെ ശല്യം കാര്യം കാണില്ല എന്ന് വിചാരിക്കാം. ആ ഇതാ ഇവിടെ ഒരു അരുവിയുണ്ട്, ചെറിയൊരു സ്ട്രീമുണ്ട്. നടന്നു. നമ്മൾ ചെന്ന് ചേരുന്നത് പൊട്ടും. അതൊക്കെ പൊട്ടിയതാണ് കണ്ടോ. ഇതൊക്കെ കാലൊക്കെ അടിയിലാവും, എല്ലാ അപകടമാണ്. ചെതല് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായ സ്ട്രീമിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. ആ ഒരു പിള്ളേരുണ്ട്, പോയിട്ട് പിള്ളേർ എന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആനന്ദും പ്രശാന്തമായ ഒരു സ്ഥലം. ശാന്തമായ സ്ഥലമാണ്. ആ കാടിന്റെ ഒരു ഗംഭീരമായ ഫീല്. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രീം തന്നെയാണ് കേട്ടോ. അപ്പം അധികം വെള്ളമൊന്നുമില്ല, സുഖമായിട്ട് വന്ന് കുളിക്കാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴാണ് മുകളിൽ മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം താഴേക്ക് വരിക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്രേ. മനസ്സിലായോ? മനോഹരമാണ്. നമുക്ക് നല്ല രസമുണ്ട്. പിള്ളേർ അവിടെ നിന്ന് കുളിക്കുകയാണ്. ആ കുളിക്കുന്ന സീനാണ് ഞാൻ നേരത്തെ എടുത്തത്. നല്ല തണുത്ത ആ ശീതം കുത്തുന്ന വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. ഇരുട്ട് പരക്കാൻ തുടങ്ങി. വെളിച്ചം കുറവാണ്. കുറച്ച് ഫോട്ടോകൾ എടുത്ത ശേഷം ഇവിടെ നിന്ന് മടങ്ങി. രാത്രി ഒരു സ്പെഷ്യൽ സ്ഥലം കാണാനായിട്ട് ഞങ്ങളെ താമസ സ്ഥലത്തിന്റെ ഓണർ സെറ്റാക്കി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. യാത്രയുടെ ആ ഫുൾ വൈബിൽ തമാശ വർത്തമാനങ്ങൾ കേൾക്കാം. എടുത്ത ഫോട്ടോകളാണ് വിഷയം. അത് വെച്ചുകൊണ്ട് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള വർത്തമാനങ്ങളും അതാണ് രസം. നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇത് ചർച്ചോ അങ്ങനെ എന്തോ കാണാനുള്ള മനോഹരമായിട്ടുള്ളൊരു സംഭവമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ റൂമിൻ്റെ ഓണറും നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മളൊന്ന് പോയി നോക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇരുന്നോ. നിങ്ങളല്ലേ കൊണ്ടുകൊണ്ട് ഞാൻ പറയിരിക്കാം. ഓക്കെ, മൂപ്പർ എവിടെ ഇരുന്നു? മാഷ് ഇവിടെ ഇതാണ് നമ്മുടെ യാത്രയിലെ രാത്രികാല കാഴ്ച.
നിലക്കൽ പള്ളിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ എപ്പിസ്കോപ്പൽ സഭാ വിഭാഗങ്ങളുടെ മേൽനോട്ടത്തിൽ പരിപാലിപ്പിക്കപ്പെടുന്ന ഒരു എക്യൂമെനിക്കൽ ദേവാലയമാണ് സെന്റ് തോമസ് എക്യൂമെനിക്കൽ പള്ളി അഥവാ നിലക്കൽ പള്ളി എന്നറിയപ്പെടുന്നത്. വനപ്രദേശമായ നിലക്കലിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. യേശുവിന്റെ ശിഷ്യനായ തോമാസ് ലിഹ ഈ സ്ഥലത്ത് എത്തിയിരുന്നതായിട്ട് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. അദ്ദേഹം സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന 7 പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി. ഇത് ക്രിസ്തുവർഷം 54 ഇവിടെ ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് ആധികാരികമായിട്ടുള്ള ഒരു തെളിവും നമുക്ക് ലഭ്യമല്ല കേട്ടോ. വനപ്രദേശമായ നിലക്കലിൽ ആങ്ങമ്മൂഴിക്കും അതുപോലെ തന്നെ പ്ലാപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് മാർത്തോമാഗിരി എന്ന കുന്നിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ശബരിമലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് ഈ നിലക്കൽ പള്ളി. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ സമീപകാലത്തായിട്ട് ഒരു കൂറ്റൻ കൽക്കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. നിലക്കൽ പള്ളിയിലെ രാത്രി കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. രാത്രി യാത്ര നല്ല അനുഭവമായിരുന്നു. ക്രിസ്മസ് കരോളിന്റെ കാഴ്ചകൾ നമ്മുടെ മുന്നിലെത്തി. ഈ വീഡിയോ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത യാത്രയാണ് ഹൈലൈറ്റ്. ഗവി വനക്കാഴ്ചകളാണ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഷെയർ ബട്ടൺ കൃത്യമായി ഉപയോഗിക്കുക. അടുത്ത വീഡിയോ വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.